எந்த ஊரிலும் வசதியாக வாழ்ந்து விடலாம், சொந்த ஊரில் மட்டும்தான் நிம்மதியாக வாழ முடியும் എന്ന് ഒരു ചൊല്ലുണ്ട് തമിഴിൽ. നമ്മുടെ നാട്ടിലെ ജീവിതത്തിനാണ് നമുക്ക് സമാധാനം തരാനുള്ള ഒരു കഴിവുള്ളത് എന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയാണ് വേദിയിൽ ഒരുങ്ങുന്നതിനായി ഇവിടെയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാസത്തിൻ്റെ ആത്മഭാഷണങ്ങളാണ് ഇനി. ഡബിൾ എൻഡേഴ്സ്, സോളിലോക്വീസ് ഓൺ എക്സൈൽ. നമ്മുടെ നാട്ടിൽ നിന്നും മറുനാട്ടിലേക്ക് ചെന്ന് അവരുടെ തൊഴിൽ മേഖലയിൽ കഴിവ് തെളിയിച്ച് വിജയങ്ങൾ കൊയ്തെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ എത്തി അവരുടെ പ്രവാസ ജീവിത വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതിനായി ഒരുങ്ങുന്നു. ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുന്നത് കെംട്രോൾസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ കെ നന്ദകുമാർ അദ്ദേഹത്തെയാണ്. വളരെ ജസ്റ്റ്ഫുള്ളായ ശ്രീ കെ നന്ദകുമാർ അദ്ദേഹത്തിന് പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ കോൺവെർസേഷനിൽ നമ്മുടെ ഒപ്പം പങ്കെടുക്കുന്നത് ONGC ത്രിപുര പവർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ദി മച്ച് റെസ്പെക്റ്റഡ് ശ്രീ സനിൽ സി നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിനും നമസ്കാരവും സ്വാഗതവും ആശംസിക്കുന്നു. ഇനി നമ്മുടെ തന്നെ ഫെസ്റ്റിവൽ ഡയറക്ടറും ഫെസ്റ്റിവൽ ചെയർമാനുമാണ് ഈ സംവാദത്തിൽ ഒപ്പം ചേരുന്നത്. ഡോക്ടർ അജയ് കുമാർ. ഫെസ്റ്റിവലിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, എമിർകോൺ ഗൾഫ് ആസ്ഥാനമാക്കിയ എമിർകോണിൻ്റെ COO എന്ന നിലയ്ക്കുമാണ് അദ്ദേഹം ഇപ്രാവശ്യം വേദിയിലേക്ക് എത്തുന്നത്. Dr. Ajay Kumar is also one of the speakers in this session. Also a very busy host. ഹോസ്റ്റിംഗ് ഡ്യൂട്ടീസിൽ നിന്നും കുറച്ച് സമയം ബ്രേക്ക് എടുത്തുകൊണ്ട് ഇനി വേദിയിലേക്ക് അദ്ദേഹം ആസ് എ സ്പീക്കർ എത്താണ്. ഇനി എപ്പോഴും തൻ്റെ നാടിനെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന രാജീവേട്ടനെയാണ് വേദിയിലേക്ക് ഇനി ക്ഷണിക്കാനുള്ളത്. ശ്രീ രാജീവ് മേനോൻ ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നതിനായി ശ്രീ രാജീവ് എത്തുന്നു. അപ്പോൾ ഇനി പ്രവാസത്തിൻ്റെ ആത്മഭാഷണങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. മറ്റേതൊരു ഗ്രാമത്തിലും എന്ന പോലെ നമ്മുടെ പെരുവനം ഗ്രാമത്തിലും ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തുപോയി തങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച ഒരുപാട് പേർ ഇവിടെയുമുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ നാടിനു വേണ്ടി ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവരുടെ വിജയകഥകൾ പലപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് തന്നെ അറിവില്ലാത്തതാണ്. അത് അവരെ വേണ്ട വിധത്തിൽ നമ്മുടെ നാടിന് മുന്നിൽ അവതരിപ്പിക്കാൻ എന്നും വിട്ടുപോയിട്ടുണ്ട്. അവരെ അടയാളപ്പെടുത്താതെയാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകാറ്. സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ അങ്ങനെ ചില വ്യക്തിത്വങ്ങളെ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഫെസ്റ്റിവലിലും ഇതുപോലെ നാടിനും നാട്ടുകാർക്കും പരിചയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ഈ ഫെസ്റ്റിവലിലെ ഒരു ഉദ്ദേശം. അതിൻ്റെ ആദ്യത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. 3 പ്രമുഖ വ്യക്തികളെയാണ് നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സെഷൻ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഡോക്ടർ CV കൃഷ്ണൻ്റെ മുൻപിലാണ്. ഡോക്ടർ CV കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളിന്നിപ്പോൾ ഈ പരിപാടി നടത്തുന്ന ഈ ശ്രീലകം ലൈഫ് ലോങ് ലേണിംഗ് സെൻറ്ററിൻ്റെയും ഇതിന് തൊട്ടപ്പുറത്തുള്ള സോപാനം എന്ന് പറയുന്ന ഫെസിലിറ്റിയുടെയും ഒക്കെ ഉൾപ്പെടുന്ന ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. അദ്ദേഹം അമേരിക്കയിലാണ്, ശാസ്ത്രജ്ഞനാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ സമ്പാദ്യം മുഴുവൻ ഈ നാടിന് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ നാടിനു വേണ്ടി ചെലവിട്ട് നാടിൻ്റെയും നാട്ടുകാരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാന്യദേഹമാണ്, വലിയൊരു വ്യക്തിയാണ് ശ്രീ ഡോക്ടർ CV കൃഷ്ണൻ. അദ്ദേഹം ഇപ്പോഴിവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വേദിയിലിരുത്തുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് മുൻപിലാൾ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സെഷൻ ഇവിടെ ആരംഭിക്കുന്നത്. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ശ്രീ നന്ദകുമാർ സാറിനെയാണ്. ഇവിടെ അടുത്ത് പെരുവനം ഗ്രാമത്തിൽ തന്നെ പെട്ട തൊട്ടിപ്പാൾ എന്ന ദേശത്താണ് അദ്ദേഹത്തിൻ്റെ നാട്. അദ്ദേഹം ജനിച്ചു വളർന്ന തൊട്ടിപ്പാളാണ്. ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം മുംബൈയിൽ എത്തുകയായിരുന്നു.
ഇന്നും മുംബൈയിലെ അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. തൻ്റെ കഠിനാധ്വാനം കൊണ്ട് വലിയൊരു സാമ്രാജ്യം തന്നെ അവിടെ അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുണ്ട്. കെംട്രോൾസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. നന്ദകുമാർ സാറിനെ ഞാൻ ആദരപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിരിക്കുന്നത് ശ്രീ സനിൽ സി നമ്പൂതിരിപ്പാടാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ശ്രീലകം എന്ന് പറയുന്ന ഈ ഫെസിലിറ്റിയുടെ തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മ വീട്. ചേർപ്പിലെ അല്ലെങ്കിൽ പെരുവനം ഗ്രാമത്തിലെ ഒരു പുരാതന കുടുംബമായ ചിറ്റൂർ മനയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അവിടെ നിന്ന് വരുന്നൊരു അംഗമാണ് ശ്രീ സനിൽ സി നമ്പൂതിരിപ്പാട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗ്രാമത്തിൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി അദ്ദേഹം ജോലിയുടെ സംബന്ധമായി കേരളത്തിൽ നിന്നും പുറത്തുപോയി വളരെ സക്സസ്ഫുള്ളായി ഇന്ന് ONGC ത്രിപുര കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. ശ്രീ സനിൽ സി നമ്പൂതിരിപ്പാടിനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാം സുപരിചിതനായ ശ്രീ അജയ്യകുമാറാണ്. ഞാനും അജയനും 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഒരുപാട് മേഖലകളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. അജയ്കുമാർ സീർപ്പ് CNN സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിനുശേഷം സെൻറ് തോമസ് കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി മുംബൈയിലേക്ക് പോയി അവിടെയാണ് തുടർ പഠനം നടത്തിയത്. തുടർന്ന് ജോലിയുടെ സംബന്ധമായി അദ്ദേഹം ഗൾഫ് നാടുകളിലേക്ക് പോവുകയും ഇന്ന് അബുദാബിയിലെ അറിയപ്പെടുന്ന ഒരു എൻ്റർപ്രണറും മാനേജ്മെൻറ്റ് അംഗം കൂടിയാണ്. എമിർകോം എന്ന് പറയുന്ന ഒരു IT കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ശ്രീ അജയ്യകുമാർ. അദ്ദേഹത്തിൻ്റെ മേഖലകൾ അവിടെ മാത്രം നിൽക്കുന്നില്ല. ഒരു ആർട്ട് ക്യൂറേറ്ററാണ്, നല്ലൊരു സംരംഭകനാണ്, ടെഡ് സ്പീക്കറാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം വിരാജിക്കുന്നു. ശ്രീ അജയ്യകുമാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി ശ്രീ നന്ദകുമാർ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി അദ്ദേഹം മുംബൈയിലാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന ഒരാൾക്കും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി എത്തിച്ചേരുവാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം മുംബൈ നഗരമാണ് എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പലതരത്തിലും നമുക്ക് മുംബൈയിൽ പോയി കഴിഞ്ഞാൽ വിജയിക്കാം. അതിലൊരു മാർഗം എന്ന് പറയുന്നത് ധാർമ്മികതയിൽ ഉറച്ചുള്ള പ്രവർത്തനവും കഠിനാധ്വാനവും മുതൽ മുടക്കായിട്ടുള്ള ഒരു രീതിയാണ് ആദ്യത്തെ രീതി. അതിന് സമയമെടുക്കും വിജയിക്കാൻ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ നന്ദകുമാർ. രണ്ടാമത്തൊരു രീതി എന്ന് പറയുന്നത് കുറച്ച് അധാർമികമായി ചിന്തിച്ചാൽ പല കുറുക്കുവഴികൾ കൂടെയും പണവും പ്രശസ്തി എന്ന് പറയാൻ പറ്റുമറിയില്ല, പണവും അംഗീകാരവും നേടാൻ പറ്റിയ ഒരു നഗരം കൂടിയാണ് മുംബൈ. എന്നാൽ ഇതിൽ ആദ്യത്തെ തരത്തിൽപ്പെടുന്ന ആളാണ് ശ്രീ നന്ദകുമാർ. തികച്ചും ധാർമ്മികമായ മൂല്യങ്ങൾ മാത്രം കൈമുതലാക്കിക്കൊണ്ട് തൻ്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് വലിയൊരു ഇൻഡസ്ട്രി, കെംട്രോൾസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി അദ്ദേഹം അവിടെ കെട്ടിപ്പടുത്തു. മുംബൈ നഗരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. ഇന്ത്യയുടെ പല ഭാഗത്തും അദ്ദേഹത്തിന് ഫാക്ടറികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം മുംബൈ ജീവിതത്തിൽ അല്ലെങ്കിൽ മുംബൈയിൽ ഒരു ഇൻഡസ്ട്രി കെട്ടിപ്പൊക്കിയതിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എല്ലാവരും കൗതുകകരമായിരിക്കും അതിൻ്റെ ഉത്തരം. താങ്ക് യു രാജീവ്. ഇടയ്ക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയേണ്ടി വരും, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം കഴിഞ്ഞ 50 കൊല്ലമായിട്ട് മലയാളം ലാംഗ്വേജായിട്ട് അത്ര ടച്ചില്ല. പക്ഷേ ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. രാജീവ് പറഞ്ഞ പോലെ ഞാൻ തൊട്ടിപ്പാൾ നിന്നാണ്. ഞാൻ സ്കൂൾ എഡ്യൂക്കേഷൻ തൊട്ടിപ്പാൾ പ്രൈമറി സ്കൂളിലും പറപ്പുക്കര ഹൈസ്കൂളിലും പിന്നെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും പാസ്സായി. പക്ഷെ ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആ നോളേജിൻ്റെ ആസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അതിൽ 2-3 ശ്ലോകങ്ങൾ പറയാനുള്ളത്, ഞാൻ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുചേലവൃത്തം എന്നൊരു പാട്ടുണ്ടായിരുന്നു, ഒരു ഭജനുണ്ടായിരുന്നു. അതിൽ പറയുന്നു, കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിന് കണ്ടില്ലെന്നു വരുത്തുന്നതും പവൻ, 2 നാൾ കൊണ്ടൊരു ജനത്തിന് തണ്ടിലേറ്റി നടത്തുന്നതും പവൻ, മാളിക മുകളേറിയ മന്നൻ്റെ തൊഴിൽ മാറാപ്പെറ്റുന്നതും പവൻ. അതാണ് എൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് പ്രിൻസിപ്പിൾ. ഇന്നത്തെ ജീവിതകാലത്ത് all supernatural manpower. Second one, when I was studying, there was one writer by name Ullur S. Parameshwaraya. I think he is a good writer, and one of his stands was there, one in the Malayalam book. That
particular chapter reads, and that was one of my subjects in Malayalam. അവകാശം കൂടാതെയുള്ള കടമ അടിമത്തമാണ്. കടമ കൂടാതെയുള്ള അവകാശം താന്തോന്നിത്തമാണ്. That is the second principle, which means human resources is very important. Third one, most of you or some of you might be knowing, the 35th President of the United States, John F. Kennedy, when he had the 20th January 1961, the inaugural speech, he said, ask what you can do for your country. Don't ask what your country can do for you. Nation first, Rajyam first. Again, fourth one came is none other than Mahakavi Kumaranasha. അദ്ദേഹത്തിൻ്റെ വീണ പൂവ് എന്ന് പറഞ്ഞ ഫോൾ ആൻഡ് ഫ്ലവർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്ന ക്ലാസ്സുകളിൽ ആ പുസ്തകത്തിൻ്റെ വീണ പൂവിനെ പറ്റി പറയുന്നു. അതിൽ ലാസ്റ്റ് സ്റ്റാൻസ് പറയുന്നത് ആർക്കെങ്കിലും പൂരിപ്പിക്കാൻ പറ്റുമെങ്കിൽ പൂരിപ്പിക്കാം വീണപൂവിൻ്റെ അവസാനത്തെ സ്റ്റാൻസ്. വീണപൂവിൻ്റെ just left it out. I will come back to you on that. Mahakavi Kumaranashande. Anyway, I will come back on that. കണ്ണേ മടങ്ങുക നീ കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലർ സ്മൃതമാകുമിപ്പോൾ എണ്ണീടുകിൽ ആർക്കും ഇത് തൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വുകിനാവു കഷ്ടം. സമയമാണ് ജീവിതത്തിൽ ഒരു നിമിഷം ഓരോ ദിവസവും സമയമാണ്. ആ വളരെ ഇമ്പോർട്ടൻ്റ്. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ജസ്റ്റ് വാണ്ട് ടു കോട്ട് വൺ മോർ തിങ്. കഴിഞ്ഞ ആഴ്ച ട്യൂസ്ഡേയിൽ ജപ്പാനിലെ ഒഡേഗ എയർപോർട്ടിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. Airbus A300, 350, 900, latest aircraft had a hit by a Coast Guard aircraft. Do you know? 379 passengers and 11 crew, around 400 people, were evacuated, removed out of the aircraft 1.5 minutes. 379 passengers, nobody died. Total 400 people in 1.5 minutes. Out of the 8 doors, only 3 doors could be opened. And on that 3 doors, 400 people. That's nothing but time. Time is important. So what I want to say is that whatever I have done today, I have learned from these villages. Whatever I have learned from my teachers and my students, all cooperative sets. So challenges is there much more. I want to say one challenge which personally came to me. Tell me when I'm exceeding time. One challenge which is there, in 1977-78, when I was working for an American company, representing their products, I sold around $1.4 million worth equipments in Koilur. There was a plant coming up known as Kerala Minerals and Metals Limited. And at that time, Americans never thought there is a world outside of America. When I sold in 1 year, 1.4 million, their international sales manager came and then went round, there is great potential. He asked me, after seeing all the things, Nandakumar, do you think you can sustain here in this country with all the controls and regulations? Because everything was controlled. When you look at our history from 1947 to 1991, it was a controlled economy. If you have to travel outside, you have to go to RBI and get a permission. So everything was permission. You can't get anything. More than 22,000 permissions were required for starting an industry, whether you small or a big. So that condition, they asked me, how do you sustain? So he told me, you come and join me in Dayton, Ohio. Avada vandu join cheyidolla njan joli tharam. So I never expected that question because I am doing my own business. Somebody coming and telling me, come and join here. So I am paranju, illa njan varunilla, njan ipo thodangite ullu, let me start. So he thought that I don't know geography because everybody in India wants to go to USA. Njan ഒരാളിവിടെ പറയുന്ന ഒരു യങ് ബോയ് 27, 28 അമേരിക്കയിൽ വരാൻ തയ്യാറല്ല,
ഒരാൾ എനിക്ക് ജോലി തരാൻ തയ്യാറാണ്. So he thought, I don't know geography, I don't know understand. So he said, anyhow, he said, you think it over. When I come next time, we can discuss. So I said, there is no disrespect to any American companies, but I decided I will not go. But after 6 months again came, then he asked me this same question. And he said, this time, join me in Dayton, Ohio, but I will post you in Singapore, so that you can come to India. He thought that I am a homesick. So I said, no, it's not because of that. At that time, 1966 to 70, engineering പഠിക്കുമ്പോൾ, that too chemical engineering, the only 25 seats were there. I was not one of the biggest or brightest. Almost all the honors graduates were there. I was first class. But I got the last seat. All the books were imported. Everything was imported, very costly. For a normal family to sustain an engineering degree study, it was very, very difficult. But I applied for Government of India scholarship. I got scholarship. That was a very good scholarship. So I told this American gentleman, this country has given me scholarship to learn. So it is my duty to serve this country first. I will not go. And that's why I'm here. So I must say that challenge is much more. Running the organization, the challenges are much, much higher, but that's all part of the process. If we have the courage to sustain, if we have the courage to face the realities, you have to face that, it will come. One more thing I will tell you. I told you up to 1991 we are a controlled economy. If we have to go out for any overseas country, we need to get RBI permission, RBI. Then only you get a forex. So you can't go. I had to go out to Italy for a immediate tax. Initially I thought I will not go, but then I went. I could only get $20 from the airport to go to Italy in a Conti. When $20 come, I don't think anybody in India will think of with the $20 to go abroad. But then I had to go, because that is my challenge, my organization, my demands. So I went with the $20. Each and every hour, I think I have only $20, but I am going to Conti in Italy. Rome to Milan too. Yet, I took that challenge. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ റോമിൽ ഞാൻ വരുന്നവരെ $20 എൻ്റെ കയ്യിലുണ്ട്. റോമിൽ എത്തിയപ്പോൾ വേറൊരു ഫ്രണ്ടിനെ കണ്ടു, ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡിൻ്റെ ഒരു ഫ്രണ്ട്. അവിടെ കന്ന് അങ്ങോട്ട് അറ്റ്ലീസ്റ്റ് മൈ ഡ്യൂട്ടി ടു ഗിവ് ഹിം ടീ. So I offered that tea coffee, but within $13. When I came back, I had $7 in my pocket and 1 Italian lira, which is like to a gold coin. So the customs officer asked me, are you bringing in gold coins? Because it is equal to gold coin. So what I want to say that you have a lot of challenges, a lot of risks. Everything you have to face, that's how it is, business is done. But we have the vision there, we have the challenges there, we know how to face. That's there. And with, as I said, this supernatural power helps me. Thank you. അദ്ദേഹം പറയുന്നതിൽ നിന്നും വളരെ ക്ലിയറാണ്. അദ്ദേഹം ഇത്രയൊക്കെ വലിയ പൊസിഷനിലെത്തിയാലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നൊരു ധാർമ്മിക മൂല്യം മാത്രമല്ല, കേരളത്തിൻ്റെ കുമാരനാശാൻ്റെയും ഉള്ളൂരിൻ്റെയും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലേക്കുമുള്ള മൂല്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സാമ്രാജ്യങ്ങൾ കീഴടക്കിയെന്ന് അദ്ദേഹം പറയാതെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു. മാത്രമല്ല, ഞാൻ പല പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ കമ്പനി സന്ദർശിച്ചിട്ടുണ്ട്, ഓഫീസിൽ പോയിട്ടുണ്ട്. നമുക്കൊക്കെ സന്തോഷം തോന്നുന്നൊരു കാര്യം, അവിടെ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് അദ്ദേഹം ജോലി കൊടുക്കുന്നത്. ഒരു കാലത്ത് മുംബൈയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് പ്രശ്നമുണ്ടെങ്കിൽ കെംട്രോൾസിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ളൊരവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നാട്ടുകാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുള്ള ആളാണ്. ഇനി സദസ്സിലിരിക്കുന്ന ശ്രീ സുനിൽ, അദ്ദേഹം എനിക്കൊന്ന് 25 കൊല്ലത്തിന് കൂടുതൽ കെംട്രോൾസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ്. ശ്രീ നന്ദകുമാർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അതിന് ഉദാഹരണമാണ് സുനിൽ എന്നുകൂടി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഒരുപാട് ചലഞ്ചസ് നൽകുന്ന ഒരു നഗരമാണ് മുംബൈ എന്നറിയാം. അതേപോലെ തന്നെ ഒരുപാട് ഓപ്പണിങ്സ്, ഓപ്പർച്യൂണിറ്റീസും മുംബൈ നൽകുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്.
അത്രയ്ക്കധികം ഓപ്പർച്യൂണിറ്റീസാണ് മുംബൈ തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ എന്താണ് സാറിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതായത് പോയ കാലത്തും ഇപ്പോഴും ഇനി വരാനുള്ള കാലത്തും ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് മുംബൈ നഗരം ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്? ഈ കൊല്ലം ഞാൻ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് എൻ്റെ കമ്പനി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ മെമ്പറാണ്. ഈ കൊല്ലം ഞാൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയാണ്. സോ it came by what you call an accident incidence, because I was not willing to take, because my own company is full-time job plus state council chairman. It's a full-time job in CII. Even though I was not willing to take, but I had to take that. So as a result, this year, practically I am out. And Mumbai, because every foreign delegate lands in Mumbai. So normally, the Confederation of Indian Association is 128-year-old. It's my duty to give them reception, to welcome them. So practically every day there is opportunities to meet people from across the globe. Sometimes even 3 or 4 delegates. I am not in the office on weekdays, only on weekends, and meeting the people opportunities. And അവരെ അതിനെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുക. That is one of the way duty. And that challenges offer is the greatest opportunity one can have, because the exports. Today, India's export is, 1 year we have done nearly $650 billion. Just take on the economy side. For a country like India, that means we have a population 1.4 billion people. If we have to sustain, we need to have our GDP minimum 25% manufacturing contribution. നമ്മളുടെ ഇപ്പോഴത്തെ കോൺട്രിബ്യൂഷൻ ഓൺലി 15%. കാരണം മാനുഫാക്ചറിങ്ങിൽ സോ മെനി വാല്യൂ ചെയിൻ ഉണ്ട്. അതെല്ലാം വളരെ കോംപ്ലക്സ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു വാല്യൂ ചെയിൻ ഉണ്ടായാൽ മതി അതിനെ പിടിച്ചു നിർത്താനായിട്ട്. അപ്പോൾ ആൾക്കാർ അധികം മാനുഫാക്ചറിങ്ങിൽ പോകാൻ നോക്കണില്ല, ബാക്കി എല്ലാവരും സർവീസ് ഇൻഡസ്ട്രിയിൽ നോക്കും. സോ മൈ ഡ്യൂട്ടി ഈസ് ടു പ്രൊമോട്ട് മാനുഫാക്ചറിങ്, ബിക്കോസ് India's sustainability is depending upon manufacturing share. So in order to bring it, the present government has projected by 2035, we should have $10 trillion. Today we are 4.5 billion, $4.5 trillion is the GDP. $10 trillion. $10 trillion GDP, if we need to have 25%, $2.5 trillion manufacturing, where we are still in. So if you look at every year, it is a 10% year-on growth. It's very, very challenging. So those challenges we have to create, there are opportunities to create for skills, depending upon the skills which are coming, digitization. Those opportunities we create. So whoever comes, and from Kerala, there is great opportunity. In fact, last week, I was in one of the session on the ports. And in the ports, Maharashtra has got also good port, number of ports, 720 kilometers coastline. അതിനെപ്പറ്റി നോക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ എങ്ങനത്തെ പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കേരളത്തിലെ കൊച്ചിയിലുള്ള പോർട്ടും മറൈൻ ട്രാഫിക്കും കൂടി കൺജങ്ഷനിൽ, അതാണ് മോഡൽ. അപ്പോൾ അവർ മഹാരാഷ്ട്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ് കൊച്ചിൻ മറൈൻ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് കൺസൾട്ടൻ്റായിട്ട് വെച്ചിട്ടുണ്ട്, ചില പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മുംബൈയിൽ വരുന്നത് വളരെ വളരെ, ഇന്നത്തെ കാലത്ത് digital ആണെന്നുണ്ടെങ്കിലും physical intervention is required. Opportunities are quite good in Kerala, in Mumbai. And we have opportunities for exports. Exports is that without exports we can't really sustain in a country. So the greatest opportunity Bombay is giving is exports, in spite of the fact we have digitization across the world. So I would say skilling opportunities as well as interaction with other opportunities, other companies, and globally doing great opportunities for any sector which you can have. It is not necessarily it is. But and I must say that even Maharashtra also looks for outward for collaboration and cooperation in areas where that's great opportunity in this. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ GDP-യിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് മാനുഫാക്ചറിങ് ആണ്. നിങ്ങൾക്ക് ട്രേഡർ ആവാം, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി കൊണ്ടു കിടക്കാം, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി കൊണ്ടു കിടക്കാം. ഇതിനേക്കാളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ് മാനുഫാക്ചറിങ്. ഈ ഒരു മാനുഫാക്ചറിങ് മേഖലയിലാണ് കഴിഞ്ഞ 50 കൊല്ലമായി അദ്ദേഹം എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെംട്രോൾസ് എന്നൊരു കമ്പനി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. GDP ഉയർത്തുന്നതിൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി പിടിച്ചു നിർത്തുന്നതിൽ അല്ലെങ്കിൽ ഉയർത്തുന്നതിൽ കെംട്രോൾസ് പോലുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന പങ്കും ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്.
ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് CII മഹാരാഷ്ട്ര കൗൺസിലിൻ്റെ ചെയർമാനായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. CIIക്ക് എല്ലാ നഗരങ്ങളിലും ചാപ്റ്റേഴ്സ് ഉണ്ട്. കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, ചെന്നൈയിലുണ്ട്. എന്നാൽ ബോംബെ പോലൊരു നഗരത്തിൽ, മുംബൈ പോലൊരു നഗരത്തിൽ നമുക്കറിയാം എല്ലാ ഇൻഡസ്ട്രീസും പ്രസൻസ് ഉള്ള സ്ഥലമാണ് മുംബൈ. എന്ന് മാത്രമല്ല റിലയൻസും അദാനിയും മറ്റ് മഫത്തിലാലും അങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസിൻ്റെയും അധികായന്മാർ വസിക്കുന്ന ഒരു സ്ഥലത്ത്, മുംബൈ പോലൊരു സ്ഥലത്ത് CIIയുടെ ചെയർമാൻ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ്, വളരെ വലിയൊരു അംഗീകാരമാണ്. അതാണ് ശ്രീ നന്ദകുമാർ സാർ. അപ്പോൾ കഴിഞ്ഞൊരു വർഷമായി അദ്ദേഹം ആ ഒരു സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേതനമില്ല, സമയപരിധിയില്ല. അതുമാത്രമല്ല അതിൽ അദ്ദേഹം ഡീൽ ചെയ്യുന്നത് സർക്കാർ മന്ത്രിമാരായിട്ടാണ്. പല സർക്കാർ തീരുമാനങ്ങളിലും ഇവരുടെ സജഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഫോറിൻ ഡെലിഗേറ്റ്സുമായി ഒരുപാട് സമയം ചെലവിടേണ്ടി വരും. എനിക്കുള്ള എല്ലാ ആഴ്ചകളിലും അദ്ദേഹം യാത്ര ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമുക്കറിയാം. ഇതിലെ ഓർഗനൈസേഷൻസിൽ മറ്റ് അസോസിയേഷനിലൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അറിയാം ഇതൊരു താങ്ക്ലെസ് ജോബാണ്, ഏതൊരു ഓർഗനൈസേഷനായാലും ഇതുപോലത്തെ. അപ്പോൾ CIIയിലെ അദ്ദേഹം ഇന്ന് ചെയർമാനാണ് മഹാരാഷ്ട്രയുടെ. അതിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഈ കൊല്ലം മിക്കവാറും 7 സ്റ്റേറ്റുകളിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റിൽ അവർ ലാക്സ് ഓഫ് ക്രോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ സ്റ്റേറ്റും. ഇപ്പോൾ അടുത്ത ആഴ്ച ഗുജറാത്തിലെ വൈബ്രൻറ്റ് ഗുജറാത്താണ് വരുന്നത്. ലോകത്തിലുള്ള എല്ലാവരും വരും. അപ്പോൾ അതിൻ്റെയൊക്കെ റോഡ് ഷോ നടത്തുന്നത് മുംബൈയിലാണ്. അപ്പോൾ അതിൻ്റെ ഈ കൊല്ലത്തെ ചെയർമാൻ ഞാനായതുകൊണ്ട് എനിക്ക് അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റേറ്റുകളായിട്ട് കോപ്പറേറ്റ് ചെയ്യാനും എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും വന്ന് അവരായിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കൊണ്ടു നടക്കാനും ബോംബെയിൽ നിന്ന് എത്ര കിട്ടുന്നുള്ളത്. അങ്ങനെ നടത്തുന്ന ഒരു ഡിസ്കഷനിൽ തമിഴ്നാടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനിൽ തമിഴ്നാടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പറഞ്ഞു, തമിഴ്നാട് എംപ്ലോയ്സ് 43% of India's women manpower. Tamil Nadu in the factories employ 43% of Indian women power in Tamil Nadu. ഞാനത് നോക്കി ബോംബെയിലുണ്ടോ മഹാരാഷ്ട്രയിലുണ്ടോ കേരളത്തിലുണ്ടോ 43% തമിഴ്നാട്. എന്തുകൊണ്ടാണ്? ലോ ആൻഡ് ഓർഡർ കേരളത്തിൽ മാത്രം മോശമല്ല, ലോ ആൻഡ് ഓർഡർ മറ്റുള്ള സ്ഥലങ്ങളിലും അത്ര മോശമല്ല. എന്തുകൊണ്ട്? പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നില്ല. ആൻഡ് എന്തുകൊണ്ട് വിമൻ എംപവർമെൻറ്റ് വേണം? 50% of the population are women. If the 50% of the population of the women are not in our empowerment, they do not have equal status, they do not have equal pages, they do not have equal opportunities. How India can have a $30 trillion order GDP by 2047? So one of my main responsibility is to create awareness, to have women empowerment. Even in my own organization and other organizations, to create women among employees as well as in the board. So that's one of the challenges which gives in Maharashtra for CII plus all other areas. Then skill, because in that world, if you look at digitization, 5 കൊല്ലം കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടും only 5% of the small companies are still in digitization. ഇപ്പോഴും ഡിജിറ്റൈസേഷൻ ഇല്ല. അപ്പോൾ ഡിജിറ്റൈസേഷൻ ഇല്ലാതെ കണ്ട് ഒരു കമ്പനിക്കും ഇന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കംപ്ലയൻസസ്. ഇന്നത്തെ കാലത്ത് കംപ്ലയൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ഹാവ് ടു ഡു എക്സ്പോർട്ട്. ഇന്ന് വി ആർ ഡൂയിങ് $1 trillion എക്സ്പോർട്ട്. 2026 അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ we need to have a digitization, because we need to, carbon border mechanism, net zero. That means whatever we are coming for a vehicle, there is an emission. Even though India's population അനുസരിച്ച് carbon emission കൂടുതലല്ലെങ്കിലും for carbon there is no border. So Europe has declared a carbon border adjustment mechanism by 2026. You cannot export to Europe unless you account for carbon. So carbon neutrality. So that's one of the areas where we look sustainable documents. In the sustainability, how we can look carbon. So I always look at for small companies. It is very difficult for small companies to go there. But at least 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സ്മോൾ കമ്പനീസ്. ഒന്ന്, അറ്റ്ലീസ്റ്റ് ഒരു 10 ട്രീ എങ്കിലും നടാം. ഒരു ട്രീ അറ്റ്ലീസ്റ്റ് 7 kilogram of carbon dioxide is absorbing per year. സോ ഒരു സ്മോൾ കമ്പനി ഒരു 10 ട്രീ ഇടണമെങ്കിൽ 63 million companies ഉണ്ട് സ്മോൾ. 10 ട്രീ കഴിഞ്ഞാൽ you can calculate, you can provide. Yes, I have put 10 trees, I have matured it, it is 7 kilogram. You can export. Similarly for water cultivation. In കേരളത്തിൽ അത്ര നോക്കില്ല, കാരണം നല്ല മഴയുണ്ട്. But there are some states, there are some districts where no water, no rain, hardly maybe 20 inches.
അങ്ങനെയുള്ള ഒരു സിറ്റിയാണ് അൽവാർ എന്ന് പറയുന്നത് രാജസ്ഥാനിൽ. അവിടെ 2 ഇഞ്ച് മഴയേ ഉള്ളൂ. ആ ആൽവാർ ഇന്ന് വാട്ടർ സർപ്ലസ് ആണ്, കാരണം അവർ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തുന്നു. സോ വി ഓൾ ഷുഡ് ലുക്ക് അറ്റ് ഹൗ വി ക്യാൻ ക്രിയേറ്റ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റ് the country's carbon rating area. So these are critical areas where we look at CI. It is not only CI, other areas. Plus what we look at, what are the areas where skilling, because when we, it is easy to say digitization, but in the digitization വരുമ്പോൾ അതിനുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുക, അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കൊണ്ടുവരാൻ, ഇറ്റ്സ് നോട്ട് ഈസി. ദാറ്റ്സ് വൺ ഓഫ് ദ ഏരിയാസ് വി ആർ ലുക്കിംഗ് അറ്റ്. 2 ആഴ്ച മുമ്പ് ഡൽഹിയിലൊരു കോൺഫറൻസ് നടന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് വരികയാണെങ്കിൽ എന്ത് വേണമെങ്കിൽ ടോർച്ചർ ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാൻ ക്രിയേറ്റ് എവറിഥിങ് യു ഡ്യൂപ്ലിക്കേറ്റ്. യുവർ മണി ക്യാൻ സ്റ്റോൾ ഇൻ എവറിഥിങ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് മോസ്റ്റ് ഡിഫിക്കൾട്ട്. സോ വി നീഡ് ടു ക്രിയേറ്റ് ദാറ്റ് അവയർനെസ് ഓഫ് ഡിജിറ്റൈസേഷൻ. ആൻഡ് ഡിജിറ്റൈസേഷൻ ഇൻ ദാറ്റ് it is difficult to get into artificial intelligence, but at least fundamental and bringing it. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി നടക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടുള്ള ഒരു മലയാളം വീട് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. നിർമ്മിത ബുദ്ധി ആദ്യം ഞാൻ മനസ്സിലായില്ല ഈ നിർമ്മിത ബുദ്ധി എന്താണെന്നുള്ളത്. So I also have to learn in between. So some of the languages. So what I want to say, the knowledge with CI or the assignment with CI or FICCI or ASSOCHAM, it all gives me quite a good opportunities across India, across globe, developing Indian economy, Indian industries, also creating value to our human Indian population. Thank you. ഇതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ ക്ലിയറാണ്. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പരിസ്ഥിതി സംരക്ഷണം, ജലസംഭരണം, ഇതിലൊക്കെ അദ്ദേഹം ഒരു എക്സ്പെർട്ടൈസ് നേടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ CIAയുടെ ചെയർമാനായിട്ട് മുംബൈ അല്ലെങ്കിൽ മറ്റേ വ്യവസായ ലോകം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും നന്ദിപൂർവ്വം നമുക്കൂടെ സ്മരിക്കാം. താങ്ക് യു ശ്രീ നന്ദകുമാർ സർ.